ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ 70% നിലവിലുള്ള ജോബിൽ സാറ്റിസ്ഫൈഡ് അല്ല. 54% പേര് നിലവിലുള്ള ജോബ് മാറി വേറൊന്നിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണിത്. ഏറ്റവും നല്ല കോഴ്സ്, ഏറ്റവും ഡിമാൻഡുള്ളത്, പെട്ടെന്ന് ജോലി ഇടുന്ന പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ച് വരുന്ന വിദ്യാർത്ഥികൾ തൊഴിൽ മേഖലയിൽ എത്തുമ്പോൾ 70% സാറ്റിസ്ഫൈഡ് അല്ല എന്നത് പറയുന്നത് അതിഭീകരമാണ്. സത്യത്തിൽ കരിയർ സെലക്ഷന്റെ തെറ്റാണത്. ഞാൻ പറയുന്ന 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും മികച്ച കരിയറിൽ നിങ്ങൾ എത്തും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടെത്തുക, അതിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന മേഖലകളെ നന്നായി ഐഡന്റിഫൈ ചെയ്യുക, അതിന് അഭിരുചി പരീക്ഷ ചെയ്യുക. കരിയർ ഗുരു നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തേത് കോഴ്സിന്റെ കണ്ടന്റ്, നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. മൂന്നാമത്തേത് ഓരോ കോഴ്സും കഴിഞ്ഞാലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നാലാമത്തേത് വളരെ പ്രത്യേകമാർന്ന ഒരു ഓപ്ഷനാണത്. നിങ്ങളൊരു കരിയർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഉണ്ടാക്കുക. 15 കൊല്ലത്തിന് ശേഷം എന്തെടുക്കണം എന്നത് മനസ്സിൽ കണ്ടിട്ട് ഓൾട്ടർനേറ്റീവ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മറ്റൊന്ന്, നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്ത് പെട്ടുപോയി എന്ന് വിചാരിക്കുക. എന്തൊക്കെ ഡൈവേഴ്സ് ഓപ്ഷൻസിലേക്ക് മാറാം, ഏതൊക്കെ മേഖലകൾ അവൈലബിൾ ആണ്, വെറൈറ്റി ഓപ്ഷൻസ്. ആറാമത്തേത് കോമ്പിനേഷൻ കരിയറുകളാണ്. ചിലത് ഫോറൻസിക്സും ബയോടെക്നോളജിയും അങ്ങനെ തന്നെയാണ്. കോമ്പിനേഷൻ കരിയറിൽ നിങ്ങൾക്ക് ബയോടെക്നോളജി ആസച്ച് എടുക്കുന്നതിന് പകരം അഗ്രികൾച്ചറും വെറ്റിനറി ഒക്കെ എടുത്ത് ബയോടെക്നോളജി എടുത്താൽ നല്ല കരിയർ എടുത്താൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കരിയർ ചൂസ് ചെയ്താൽ നല്ല കരിയറിലെത്തും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.